சாகர் ராணியில் கடலுக்குள்ளே வந்தது ஃபஸ்ட் டைமு. ஒரு அருமையான ஃபீலிங். നന്നായിരിക്കും അല്ലേ? நல்லா இருக்கு. ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നൊരു കടൽ യാത്ര നടത്താൻ വന്നതാണ്. വെറും 600 രൂപയ്ക്ക് ഒരു കടൽ യാത്ര എന്ന സന്തോഷകരമായ ഒരു കാര്യത്തിനാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. സാധാരണക്കാർക്ക് ഒരുപാട് ആഗ്രഹം കാണും ഒരു കപ്പൽ യാത്ര ഒക്കെ കടൽ യാത്ര നടത്തണമെന്ന്. പക്ഷേ അവർ അധികം പൈസയാകുമെന്ന് ഓർത്ത് അവർ പോകുന്നില്ല. പക്ഷേ വെറും 600 രൂപയ്ക്കാണ് ഇവിടെ സാഗർ റാണി എന്ന ഒരു ക്രൂയിസ് നമ്മളെ കടൽ യാത്ര കാണിക്കുന്നത്. ഒരുപാട് സൈറ്റ് സീയിങ് ഒക്കെ ഉണ്ട്. ഒരുപാട് സ്ഥലങ്ങളൊക്കെ കാണിച്ചാണ് നമ്മളെ സൺസെറ്റ് കാണിക്കും. സൺസെറ്റ് കൂടെ കാണിച്ചിട്ടാണ് നമ്മളെ 7:30 ആകുമ്പോൾ തിരിച്ചുകൊണ്ടെത്തിക്കും. ഇപ്പോൾ കയറാനായിട്ട് സമയമായിരിക്കുകയാണ്. സാഗർ റാണി റെഡിയാണ്. 5:30-ക്കാണ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ 2 മണിക്കൂറാണ് യാത്ര മൊത്തം. 7:30 ആകുമ്പോൾ തിരിച്ച് നമ്മളിവിടെ കൊണ്ടെത്തും. കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷനാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. 600 രൂപയ്ക്ക് സ്നാക്സ് ഉണ്ട്, ചായ കോഫി എല്ലാം ഉണ്ട്. ആ കൂട്ടത്തിൽ നല്ലൊരു എൻജോയ്മെൻ്റ് ആയിട്ടുള്ള എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഏതായാലും യാത്രയിലേക്ക് പോകാം. ഇതാണ് സാഗർ റാണി. അത്യാവശ്യം വലിയൊരു ക്രൂയിസാണ്. 2 നിലകളായിട്ടാണ്. മുകളിൽ ഡെക്കുണ്ട്, മുകളിൽ ഇരിക്കാനായിട്ടുള്ള സൗകര്യങ്ങളുണ്ട്. മുകളിലിരുന്നുള്ള സൺസെറ്റ് കാണാനൊക്കെ നല്ല രസമായിരിക്കും. ഇവിടെ വന്നിട്ട് ബോർഡിംഗ് പാസ് കിട്ടിയിട്ടുണ്ട്. സാഗർ റാണിയിൽ കയറേണ്ട ബോട്ട് ജെട്ടി വന്നിട്ട് എറണാകുളം ഹൈക്കോർട്ട് ജംഗ്ഷനാണ്. എറണാകുളം ഹൈക്കോർട്ട് ജംഗ്ഷനിൽ കൊച്ചി മെട്രോയുടെ സ്റ്റേഷനുണ്ട്. അതിന് തൊട്ടടുത്ത് തന്നെയാണ് ഇതും പാർക്ക് ചെയ്യുന്നത്. വളരെ എളുപ്പമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ക്രൂയിസൊക്കെ കിടപ്പുണ്ട്. ഇപ്പോൾ സാഗർ റാണി എഴുതി വെച്ചിട്ടുണ്ട്. സാഗർ റാണി 1 ഉണ്ട്, സാഗർ റാണി 2 ഉണ്ട്. രണ്ടും ഒരുപോലെയാണ് പുറപ്പെടുന്നത്. അത്യാവശ്യം നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു ഡെക്ക് താഴത്തെ നിലയാണിത്. മുകളിലാണ് സൈറ്റ് സീയിങ്ങും അതുപോലെ തന്നെ നമുക്ക് സൺസെറ്റൊക്കെ കാണാൻ പറ്റിയ സ്ഥലം. ഇപ്പോൾ ഇത് വെളിയിലൊരു ബാൽക്കണി ഉണ്ട്. ഇതാണ് ബാൽക്കണി. മുകളിലോട്ട് ഡെക്കിലോട്ട് പോകാനായിട്ട് കോവണിയുണ്ട്. ഈ കോവണിയിലൂടെ കയറി വേണം മുകളിലോട്ട് പോകാനായിട്ട്. നമ്മൾ മേലോട്ട് എത്തിയിരിക്കുകയാണ്. വലിയൊരു ഡെക്കാണ്. ഒരുപാട് പേർക്ക് ഒരേ സമയം ഇരിക്കാം. അപ്പോൾ നമ്മൾ 2 മണിക്കൂറത്തെ യാത്ര ആരംഭിക്കുകയാണ്. ഈ 2 മണിക്കൂർ നിങ്ങളുടെ ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് സമ്മാനിക്കട്ടെ സാഗർ റാണി എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭയാത്ര നേരുന്നു. ഹാപ്പി ജേർണി ആൾ. നമ്മുടെ ക്രൂയിസ് അങ്ങനെ പുറപ്പെട്ടിരിക്കുകയാണ്. നിർമ്മിക്കുന്നതുമായിട്ടുണ്ടായിരുന്ന ഒരു ബോട്ട് യാർഡാണ് അവിടെ കാണുന്നത്. ഇപ്പോൾ അതിലൂടെ കാണുന്ന ഈ 4 കെട്ട് പോലെ ഒരു അമ്പലം പോലെ കാണുന്ന ഈ ബിൽഡിംഗ് ആണ് കൊച്ചിൻ പോർട്ട് കൺട്രോളിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ഓഫീസ്. ഇവിടെ ഇരുന്നുകൊണ്ടാണ് നമ്മുടെ കൊച്ചി അതിർത്തിയിലേക്ക് വരുന്ന എല്ലാ കപ്പലുകളും വെസലുകളും ബോട്ടുകളും എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് കൂടുതലും വിസിബിൾ ആയിട്ടുള്ളത് വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലാണ്. ഇവിടെ വല്ലാർപാടം പള്ളിയുടെ ടവറുകളൊക്കെ ബാക്ക് സൈഡിൽ കാണാം. 2 ടവറുകൾ ചരിത്ര പ്രാധാന്യം അർഹിക്കുന്ന വല്ലാർപാടം പള്ളിയുടെ ടവറുകളാണ്. അപ്പോൾ ഇവിടെ കാണുന്നത് DP വേൾഡ്, ദുബായ് പോർട്ട് വേൾഡ് എന്നാണ് ഈ വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിൻ്റെ പേര്. നല്ല കാറ്റാണ് കേട്ടോ, നല്ല വൈബാണ്. ഇപ്പോൾ ഈ സൺസെറ്റ് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളെല്ലാവരും. ഏതായാലും കരയിൽ നിന്ന് കഴിഞ്ഞാൽ ഇത്ര ഭംഗിയായിട്ട് നമുക്ക് സൺസെറ്റ് കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല രസമാണ്. അകത്തൊക്കെ നല്ല പാട്ടടിച്ച് തകർക്കുകയാണ്. സൺസെറ്റ് കാണേണ്ടവർക്ക് ഈ ബാൽക്കണിയിൽ നിന്ന് കഴിഞ്ഞാൽ നല്ലപോലെ കാണാം. കരയിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര മനോഹാരിത നമുക്ക് തോന്നിക്കത്തില്ല.
പക്ഷേ ഇവിടെ ഈ കപ്പലിൽ ഈ ഒരു ക്രൂയിസിൽ നമുക്ക് ആടി ഒലഞ്ഞുള്ള ഈ പോക്കും നല്ല തണുത്ത കാറ്റും അതുപോലെ തന്നെ സൺസെറ്റും ഒക്കെ കാണാനായിട്ട് നല്ല രസമാണ്. അവിടെ അടിച്ചുപൊളി പാട്ടും ഡാൻസൊക്കെ നടക്കുകയാണ്. നമുക്കും പാട്ടും ഡാൻസൊക്കെ കളിക്കണ്ടേ? അങ്ങോട്ട് പോവാം. Saddle up and dance. Saddle up and dance. Baby, take a chance. Baby, take a chance. This cargo needs romance. Baby, take a chance. Saddle up and dance. Baby, take a chance. This cargo needs romance. Baby, take a chance. Saddle up and dance. നമസ്കാരം. എന്താ പേര്? നമസ്കാരം. ഷൺമുഖം. ഷൺമുഖം. ഇത് സാഗർറാണിയിലിട്ട് കയറാനായിട്ട് വന്നതാണോ? കുടുംബമായിട്ടാണോ? ആ എന്നോட മോളും പിന്നെ പേരക്കിടാവ് കൂടെ എല്ലാവരും ഉണ്ട്. എൻ്റെ കോയമ്പത്തൂരിൽ നിന്ന് വന്നല്ലേ? கோயம்புத்தூரில். എങ്ങനെയുണ്ട്? എങ്ങനെ ഫീൽ ചെയ്യുന്നു? ஒரு அருமையான ஃபீலிங். இது ஒரு நான் மற்ற சிறிய போட்டுகளில் இங்கே வந்திருக்கேன். இந்த சாகர்ராணியில் கடலுக்குள்ளே வந்தது ஃபஸ்ட் டைமு. ஒரு அருமையான ஃபீலிங். നന്നായിരിക്കും അല്ലേ? நல்லா இருக்கு. அந்த நீங்கள் சொன்னது போல் நடுக்கடல் ஒரு மினிமம் கடலுக்குள்ளேருந்து நம்ம ஒரு சன்செட் பார்க்குறது, மற்ற இவங்க செஞ்சது இவங்களுடைய இது எல்லாமே ரொம்ப சிறப்பாக இருந்தது. நல்லா இருக்கு. താങ്ക് യു സോ മച്ച്. தேங்க்யூ. എല്ലാവരും പോയിരുന്നുണ്ട്. അറിവുണ്ടോ? ഒരു കപ്പൽ പോകുന്നു. കപ്പൽ ഹോണൊക്കെ അടിച്ച് അടുക്കുന്നു. നമ്മുടെ ക്രൂയിസ് ഇപ്പോൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. സന്ധ്യ ആയിക്കൊണ്ടിരിക്കുന്നു. 7:30 ആകാറായി. ഏകദേശം അത് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുന്നുണ്ട്. പക്ഷേ 2 മണിക്കൂർ നല്ല വർത്താണ് കേട്ടോ. നമ്മൾ 600 രൂപ കൊടുക്കുകയാണെങ്കിലും നല്ല രസമാണ്. സമയം പോകുന്ന അറിയത്തില്ല. നല്ല എൻ്റർടൈൻമെൻറ്റ്. എല്ലാവരും അതിൽ ഭാഗഭാക്കാകും. എല്ലാവരും അതിനകത്ത് ഇൻവോൾവ് ആകും എന്നുള്ളതാണ്. എല്ലാ കലാപരിപാടിക്കും അതുപോലെ ഡാൻസ്, പാട്ട് എല്ലാവരും ഇൻവോൾവ് ആക്കും. സമയം പോയതേ അറിഞ്ഞില്ല. അങ്ങനെ 2 മണിക്കൂർ സമയം പോയത് അറിഞ്ഞില്ല. നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു. ഏതായാലും വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. നിങ്ങൾക്കും സമയം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും സാഗർറാണിയിൽ ഒന്ന് യാത്ര ചെയ്യണം. വെറും 600 രൂപയല്ലേ ഉള്ളൂ. കുടുംബമായിട്ടും കൂട്ടുകാരുമായിട്ടും ഒക്കെ ഒന്ന് യാത്ര ചെയ്യാൻ പറ്റിയ ഒരു ക്രൂയിസാണ്. സൺസെറ്റൊക്കെ കണ്ട് നല്ല രസമായിരുന്നു കേട്ടോ. നല്ല വൈബാണ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ എല്ലായിടത്തും ഇപ്പം കരയിലോട്ട് നോക്കുവാണെങ്കിൽ നല്ല ലൈറ്റൊക്കെ പ്രകാശിക്കുന്നുണ്ട്. സന്ധ്യയായി തുടങ്ങി. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു കൊച്ചിയുടെ വൈബും നമുക്ക് ദൂരെ നിന്ന് കാണാൻ പറ്റും. ഏതായാലും പുതിയ വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി കാണുന്നവരെ ദിസ് ഈസ് പ്രവീൺ ശ്രീതങ്കം. ടേക്ക് കെയർ. ബൈ ബൈ.